ഹായ് മക്കളെ, എടാ നമ്മുടെ എക്സാമിനേഷനൊക്കെ പാടായിക്കൊണ്ടിരിക്കുകയല്ലേ, എങ്കിൽ ഒരു കിണ്ണം കാച്ച ക്വസ്റ്റ്യൻ ആയാലോ. നമ്മുടെ എക്സസൈസിൽ നിന്ന് ഞാൻ പറക്കിയെടുത്തൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു നോക്കുക, മുകളിൽ കിടപ്പുണ്ട്. ഒരു കുട്ടി നമ്മുടെ ടൈം ടേബിൾ ഇരിക്കുകയാണ്, വട്ടം കറങ്ങുകയാണ്, കൈ ഇങ്ങനെ വിടർത്തി വെച്ചുകൊണ്ട് സ്ട്രെച്ച് ചെയ്തിട്ട്. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു, കൈ പഴയ പോലെ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം സ്പീഡ് എന്ത് ചെയ്യും, കൂടും. ഫൈനൽ ആംഗുലർ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ആൾക്കാർ എന്നിട്ട് എഴുതാം. നമുക്ക് ഇനിഷ്യലി തന്നിരിക്കുന്നത് എന്താണ്, ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട് 40 റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. ദെൻ നമുക്ക് ഫൈനൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ട്. ഫൈനൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 2/5 ഓഫ് ദി ഇനിഷ്യൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്. അപ്പോൾ നമുക്ക് പറയാം I2 = 2/5 I1 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ω2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, ഇനിഷ്യൽ ആംഗുലർ മൊമെൻറ്റം = ഫൈനൽ ആംഗുലർ മൊമെൻറ്റം ആണ്. നമ്മൾ എഴുതി. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം I ആണ്, അത് എഴുതി. നമുക്ക് ω2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ω2ൻ്റെ ഇക്വേഷൻ ഇതാണ്. ആ ω2ൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, I2ന് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തു, 2/5 I1 ഇട്ട് കൊടുത്തു. I1 വെട്ടിക്കളയുക. അവസാനം നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് എന്താണ്, 2/5 × 40 എന്ന് കിട്ടും. 40 ആണ് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി. ദെൻ ആൻസർ നമുക്ക് കിട്ടുന്നത് 100 റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. ഇതേപോലുള്ള അടിപൊളി ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കുക. നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണം, അത് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ എല്ലാവരും വരിക, നമുക്ക് തകർക്കണം മക്കളെ.